How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet the chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Baby, you know that I want mine. You know I want mine. We get no rest till the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you all my life, yeah, until you meet the chariot.
മുദ്രപ്പെടുവാനും സ്നാനപ്പെടുവാനും കൂട്ടായ്മ വിശ്വാസത്തിനുള്ള പാടുന്ന ഭാഗ്യത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ അനാദി തീരുമാനപ്രകാരം തക്കതായിരുത്തണം ഒരുക്കി തരുന്നുള്ള വാക്യത്തെ പ്രകാരം ഇങ്ങനെ ഒരു ആലോചനയിൽ എത്തുവാൻ ഈ സഹായത്തിന് സ്തോത്രം ചെയ്യാം. കുടുംബജീവിതം ജീവിതം അനുഗ്രഹമാക്കി തീർക്കണം സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ശുശ്രൂഷയാൽ ദൈവസ്ഥനിൽ ഒരു തീരുമാനത്തിലെത്തുവാൻ ദൈവം സഹായിക്കണം സ്തോത്രം ചെയ്യാം. എല്ലാറ്റിലും ഉപരിയായ കർത്താവിന്റെ മണവാളായ യേശുവിന്റെ മണവാട്ടികളായി തീരുവാൻ ദൈവം പ്രിയപ്പെട്ടവർക്ക് സഹായിക്കണം സ്തോത്രം ചെയ്യാം. എല്ലാവരും ബന്ധപ്പെടണം സ്തോത്രം ചെയ്യാം. കർത്താവേ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി നന്നോട് സ്തുതിക്കുന്ന കർത്താവേ ഇന്ന് രാവിലെ ഈ ഭവനത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മോത്തപ്പെടുത്താനിടയാക്കി സ്തുതിക്കുന്ന കർത്താവേ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ജോലിസ്മോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നമ്മുടെ ജനനം മുതൽ ഇതുവരെ ദൈവം കൊടുന്ന് നടത്തിയ എല്ലാ ദൈവക്കാൻ എന്നോട് സ്തുതിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ അനാദി തീരുമാനപ്രകാരം ഇങ്ങനെ ഒരു ഏറ്റതായിരുത്തം ഒരുക്കി തരണം എന്നുള്ള വാക്യത്തെ പ്രകാരം ഒരാലോചനയിൽ എത്തുവാന്ന് നീ സഹായത്തിനാണ് എന്നോട് സ്വീകരിക്കുന്ന കർത്താവേ ഇന്നത്തെ ശുശ്രൂഷയാലെ കർത്താവേ ഒരാലോചനയിൽ തീരുമാനത്തിൽ എത്തുവാന്ന് കൊണ്ടും തക്ക സമയത്തെല്ലാം അനുഗ്രഹം നടത്തപ്പെടുവാന്ന് കൊണ്ടും ദൈവം തന്നെ സഹായിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ ആത്മീയമായ ഭൗമികമായ എല്ലാ അനുഗ്രഹമുണ്ട് എല്ലാ നന്മകളും നിരക്കണം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ശിവനെ അനുകരിക്കുമാറാകട്ടെ എന്നുള്ള വാസ്തു പ്രകാരം എല്ലാ അനുഗ്രഹങ്ങളും അനുകരിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു കർത്താവേ പയ്യന്റെ വീട്ടിൽ നിന്ന് വരുന്നവരെല്ലാ തക്ക സമയത്ത് സുഖത്തോടെ കൊണ്ടുവരുന്നതിനായി എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത് എല്ലാ അനുഗ്രഹമാക്കി തീർക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും ദൈവ സാന്നിധ്യം കൂടുന്ന എല്ലാ അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് എല്ലാ ഉത്തരവാദിത്വം ദൈവം അറിയിക്കുന്ന സ്തോത്രം എല്ലാ അനുഗ്രഹമാക്കി തീർക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കടന്നു പോകുന്ന യാത്രയെല്ലാം കൂടുന്ന കാത്തുകൊള്ളും ദൈവത്തിന് തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുനാമത്തിൽ സമാധാനം പ്രിയപ്പെട്ടവരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ വരവിലിരിക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ മോൾ ജോബി മോളും കാഞ്ഞിരപ്പള്ളി കോശി ജോർജിൻ്റെ മോൻ നിമ്പുളുമായിട്ട് വിവാഹത്തിനുള്ള ഉറപ്പീരിന് വേണ്ടിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്.
അതിനായി എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നിയുക്ത വരൻ, മാതാവ്, പിതാവ് സ്റ്റേജിലേക്ക് കടന്നു വരിക. ഇതാണ് നിയുക്ത വരൻ നിമ്പിൾ കോശി. പിതാവ്, മാതാവ് സൈഡിൽ നിൽക്കുന്നു. ഇതാണ് നിയുക്ത വധു ജോബി റജി. പിതാവ്, മാതാവ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം എവിടെ വെച്ച് നടത്താം എന്ന് ഒരു ധാരണയിലായിട്ടുണ്ടെങ്കിൽ അത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ സ്റ്റേജിലേക്ക് വന്ന് പറയാവുന്നതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ നിങ്ങൾ എടുത്തിരിക്കുന്ന ധാരണ ഏത് ദിവസമാണ്, എങ്ങനെയാണ് മുമ്പ് അറിയിച്ചു, അത് തീരുമാനിച്ചുറപ്പിക്കുവാനായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വന്ന് പറയാവുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മഹനീയ സന്ദർഭത്തിൽ എത്തിച്ചേരുവാൻ സർവേശ്വരനായ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ സ്റ്റേജിൽ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ശ്രേഷ്ഠ ദൈവദാസന്മാർ, വധുവിൻ്റെ മാതാപിതാക്കൾ, കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം പ്രിയ കക്കുന്നിൽ റീച്ചാൻഡി മെസ്സിയാൻഡിയുടെയും മകൾ ജോബി മോളും എൻ്റെ മകൻ നിമ്പിൾ കോശിയുമായിട്ടുള്ള വിവാഹ ആലോചന പ്രകാരം അവർ പരസ്പരം കണ്ടു, ബോധ്യപ്പെട്ടു. ഞങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ ആലോചിച്ചു. പരസ്പരം ഞങ്ങളൊരു ധാരണയിലായി. അതിൻ പ്രകാരം 10-ാം തീയതി ഇവിടെ വെച്ച് നിശ്ചയിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. വിവാഹം ദൈവികമായാൽ ഡിസംബർ മാസം 14-ാം തീയതി പാല സൺസ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നതിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്ഷണത്തെ ഞങ്ങൾ മാനിക്കുന്നു. സകല മഹത്വം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവരങ്ങളെ കാണിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം ഡിസംബർ മാസം തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് കാഞ്ഞിരപ്പള്ളി ഇന്ത്യ പെന്തിക്കോസ്ത് ഗിൽഗാൾ ടൗൺ സഭയുടെ ചുമതലയുള്ള പാല സൺസ്റ്റാർ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തുവാൻ ഇരുസഭയും വേണ്ടപ്പെട്ടവരും കൂടിച്ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നു. മാറ്റമൊന്നുമില്ലല്ലോ. എഴുതിയ വിവാഹ നിശ്ചയ രേഖയിൽ ഇത് വായിച്ചതിന് ശേഷമായിട്ട് നിയുക്ത വരൻ, വധു, മാതാപിതാക്കൾ, സഭാപ്രതിനിധികൾ, കർത്താവിൻ്റെ ശുശ്രൂഷക്കാർ ഇത് വായിച്ചതിന് ശേഷമായിട്ട് സ്റ്റേജിൽ വന്ന് ഒപ്പിടേണ്ടതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവാഹ നിശ്ചയ പത്രിക എടക്കര 10-ാം തീയതി ഡിസംബർ മാസം 2020 കാഞ്ഞിരപ്പള്ളി ഇന്ത്യ പെന്തക്കോസ്ത് ഗിൽഗാൾ ടൗൺ ദൈവസഭയുടെ സഭാംഗമായ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ കാഞ്ഞിരപ്പള്ളി പോസ്റ്റിൽ കരിമാംകുളം വീട്ടിൽ ബ്രദർ കോശി ജോർജിൻ്റെയും സിസ്റ്റർ ആലീസ് കോശിയുടെയും മകൻ നിമ്പിൾ കോശിയും
വധു എടക്കര ദി ബെന്തക്കോസ്റ്റ് മിഷൻ സഭാംഗമായ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ എടക്കര പോസ്റ്റിൽ കക്കുന്നിൽ വീട്ടിൽ ബ്രദർ രജി ജോണിൻ്റെയും സിസ്റ്റർ മേഴ്സി രജിയുടെയും മകൾ ജോബി രജി തമ്മിലുള്ള വിവാഹം ദൈവസ്ഥമായാൽ 2020 ആണ്ട് ഡിസംബർ മാസം 14 തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് കാഞ്ഞിരപ്പള്ളി ഇന്ത്യ ബെന്തക്കോസ്റ്റ് ഗിൽഗാൾ ടൗൺ സഭയുടെ ചുമതലയിൽ പാല സംസ്ഥാന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുവാൻ ഇരുസഭയും വേണ്ടപ്പെട്ടവരും ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. വിശ്വസനും ദർശനമായി ഞങ്ങൾ എൻ്റെ കർത്താവിൽ വധുവരന്മാരുടെയും ഇരുകൂട്ടരുടെയും വിവാഹ നിശ്ചയത്തിലേക്ക് ഞങ്ങളെല്ലാവരും നിർത്തിപ്പുള്ളവരെ കൊണ്ടുവന്നു. മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നല്ലോ. വളരെ ദൂരദേശം സഞ്ചരിച്ചവരെല്ലാം യാത്രയിൽ കൂടിയിരുന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കും. മാനവ മഹത്വം എല്ലാവരും എടുക്കും. യേശു ക്രിസ്തു നാമത്തിൽ. എഴുതി വായിച്ച വിവാഹ നിശ്ചയ പത്രിക ഇപ്പോൾ കൈമാറുവാനുള്ള അവസരമാണ്. സ്റ്റേജിലേക്ക് കടന്നു വന്ന് ചുമതലപ്പെട്ടവർ ആ ദൗത്യം നിറവേറ്റുക. കുറി കൊടുക്കട്ടെ, കുറി വാങ്ങിക്കട്ടെ. മലാക്കി പ്രവചനത്തിൽ നാം ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നു: യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അങ്ങനെയെങ്കിൽ നിയമിക്കപ്പെട്ട സമയത്ത് അനുഗ്രഹത്തോടെ ഈ വിവാഹ ശുശ്രൂഷയെ കർത്താവ് നടത്തി തൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. ഇപ്പോൾ നാം പിരിയുന്നതിന് മുമ്പായി ദൈവവചനത്തിൽ നിന്ന് ഒരല്പമായ വിഷയത്തെ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഒരു വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു വിവാഹ നിശ്ചയം നടന്നു എന്നും വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയെ അറിയിക്കുന്നു. ആ വിവാഹ നിശ്ചയം ഏതായിരുന്നു? നടക്കുവാൻ പോകുന്ന വിവാഹം എന്താണ്? ഏതാണ്? ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ സുവിശേഷ ഭാഗത്ത് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മനുഷ്യനും നശിക്കരുത്, നിത്യനാശത്തിലേക്ക് പോകാതെ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ യേശു ഭൂമിയിൽ കടന്നു വന്ന മനുഷ്യന് വേണ്ടി തകർക്കപ്പെട്ടത്, അടിക്കപ്പെട്ടത്. യേശുവിൻ്റെ കാൽവറി മരണത്തെ നാം എടുത്തു നോക്കുമ്പോൾ അത് ദൈവിക പ്ലാനായിരുന്നു, ദൈവ ഉദ്ദേശമായിരുന്നു, ഒരു പരാജയമല്ല. വേണമെങ്കിൽ യേശുവിനെ രക്ഷപ്പെടാമായിരുന്നു. എത്രയോ പ്രാവശ്യം മരണത്തിൻ്റെ കരങ്ങളിൽ നിന്ന് യേശു രക്ഷപ്പെട്ടിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൻ അപ്രത്യക്ഷപ്പെട്ടു, ആരും അറിഞ്ഞില്ല. അവനെ കൊല്ലുവാൻ ഭാവിച്ച് തള്ളിയിടുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടതാണ്. എന്നാൽ യേശു രക്ഷപ്പെടാതെ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് കാൽവറിയിൽ മരിച്ചത് മനുകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കാര്യം സാധ്യമാകുവാൻ യേശു കാൽവറിയിൽ മരിച്ചു എന്ന് എഫേസ്യ ലേഖനം 5-ന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ ഒരു കാന്തയെ തനിക്ക് വേണ്ടി കണ്ടെത്തുവാൻ, തനിക്ക് വേണ്ടി മുൻനിർത്തുവാൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുവിനൊരു കാന്തയെ ഉരുവാക്കുക എന്നുള്ള ആ പ്രവൃത്തി കാൽവറി ക്രൂശിൽ നടക്കുന്നു. യേശുവിന് വേണ്ടി ഒരു കാന്തയെ. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ, അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി എന്ന് വായിക്കുന്നു. അപ്പോൾ സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയായി തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. വിവാഹം ആലോചിക്കുന്നത് പോലെ, വിവാഹാലോചന പോലെ സ്നാനത്തെ ഒരാലോചനയോട് ബന്ധപ്പെടുത്തിയാണ് ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഒരു അച്ചാരം, വിവാഹ നിശ്ചയത്തിന് ഒരു അച്ചാരം കൊടുക്കുന്നത് പോലെ എഫേസ്യ ലേഖനം 2:14 വാക്യത്തിൽ നാം വായിക്കുന്നു, തന്റെ വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ. ഇന്ന് വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതൊക്കെ രഹസ്യമായോ ഒക്കെ നടക്കുന്നുണ്ട്, പരസ്യമായി ഒന്നും നടക്കാറില്ല. എങ്കിൽ യഹൂദ നാട്ടിൽ അക്ഷരികമായി തന്നെ അച്ചാരം കൈമാറും. അച്ചാരം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ മോതിരം കൈമാറുന്നുണ്ട്, ബൈബിൾ കൈമാറുന്നുണ്ട്, പിന്നെ പണം കൈമാറുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ വരന്റെ ഭാഗത്ത് നിന്ന് വധുവിന് ഒരച്ചാരം കൊടുക്കും. ഇപ്പോൾ തിരിച്ചാണ് സംഭവിക്കുക. വധുവിന്റെ ഭാഗത്ത് നിന്ന് വരന് ഒരച്ചാരം. ബൈബിൾ ഭാഷയിൽ നാം എടുത്തു നോക്കുമ്പോൾ ഈ അച്ചാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീധനമായി കൊടുക്കുന്ന, അത് വരന്റെ ഭാഗത്ത് നിന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ യേശു അതാ ചെയ്തത്. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തരാം. അങ്ങനെ നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന, അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആ അച്ചാരം സ്വന്തമാക്കുന്നു. എഫേസ്യർ 2:14 നാം അതാണ് വായിക്കുന്നത്, അവകാശത്തിന്റെ അച്ചാരമായ ആ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4:30 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വാങ്ങിയതിനു ശേഷമായി പരിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വീണ്ടെടുപ്പ് നാള് അല്ലെങ്കിൽ വിവാഹ ദിനം നമുക്ക് നഷ്ടമായി പോകും. ഏതാണ് വിവാഹ ദിനം? നമ്മുടെ കർത്താവായ യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ട് വേഗത്തിൽ വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഈ വാക്യവും യേശു പറയുമ്പോൾ അത് യഹൂദ നാട്ടിലെ ആ പാരമ്പര്യ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു വാക്കാണ്. എന്താണ് യഹൂദ നാട്ടിലെ വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള ആ പാരമ്പര്യം? ഒരു വരൻ തൻ്റെ ഭാര്യയെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവളെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമായി വിവാഹത്തിന് മുമ്പ്, വിവാഹ ദിനത്തിന് മുമ്പായിട്ട് അവൻ മിടുക്കനാണ്, കഴിവുള്ളവനാണെന്ന് തെളിയിക്കുവാൻ, അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അവൻ കഴിവുള്ളവനാണെന്ന് തെളിയിക്കണമെങ്കിൽ അവൻ സ്വതവേ ഒരു വീട് പണിയണം. വീട് പണിത് കഴിഞ്ഞിട്ട് ആ വീടിന്റെ പണി തീർന്നു കഴിഞ്ഞ് അവൻ അവളെ വിവാഹം കഴിക്കുവാനായി തയ്യാറാകുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു തനിക്ക് വേണ്ടി ഒരു കാന്തയെ ഉരുവാക്കുന്ന പ്രവൃത്തി യേശു കാൽവറിയിൽ പൂർണ്ണമാക്കിയെങ്കിൽ പോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും.
മഹത്വത്തിൽ. ഇന്ന് സ്വർഗത്തിൽ മനോഹരമായ ഭവനം പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭവനത്തിൻ്റെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് ആ പണി പൂർണ്ണമാകുമോ അന്ന് നമ്മുടെ യേശു വരും. ദൈവ വചനത്തിൽ നാം എടുത്തു നോക്കുമ്പോൾ യോഹന്നാന് ആത്മാവിൽ ആ പണിയെ ദൈവം ദർശിപ്പിക്കുന്നതായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ആ മനോഹരമായ വീടിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പണി പൂർണ്ണമാകുമ്പോൾ നമ്മുടെ യേശു വരും. യേശു വരുന്നതിന്റെ മുമ്പായി ലോകത്തിൽ വിവിധ സംഭവങ്ങൾ നടക്കുന്നു. യേശു തന്നെ പറഞ്ഞതുപോലെ ആ സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ ഒക്കെ അവിടെയായി നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമ്മുടെ യേശു വരുവാൻ സമയമായി. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു മഹാകാഹളധ്വനിയോടുകൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. ആ മനോഹരമായ ദിനത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്കൊരുങ്ങാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ആ മനോഹരമായ നാളിനെ നമ്മുടെ ആത്മാവിൽ നമുക്ക് ദർശിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്. വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്. വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനൊട്ടും. വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനൊട്ടും. യേശു എൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ. യേശു എൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. നമുക്കെല്ലാവർക്കും ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം ദൈവപ്രകാരം ഒരു തീരുമാനത്തിലെത്തുവാൻ ഈ സഹായിച്ചതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഒരു പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഒരു കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തീരുമാനിച്ചതുപോലെ തന്നെ ഡിസംബർ മാസം 14-ാം തീയതി വിവാഹ ശുശ്രൂഷയിൽ അനുഗ്രഹമായി നടത്തപ്പെടുന്ന സ്തോത്രം ചെയ്യാം. അതിന്റെ ഒരുക്കങ്ങളെല്ലാം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഒരുക്കുവാൻ നീ സഹായിക്കണമെന്ന് സ്തോത്രം ചെയ്യാം. ആവശ്യമായ കൃപ തന്ന ദൈവത പ്രകാരം എല്ലാം നടത്തപ്പെടുന്ന സ്തോത്രം ചെയ്യാം. കുടുംബജീവിതം ആവശ്യം എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് സ്തോത്രം ചെയ്യാം. കാരണം ഒരു കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഈ വിവാഹത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ട സ്തോത്രം ചെയ്യാം. സ്വർഗീയമായ ഭൗമികമായ എല്ലാ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കേണ്ട സ്തോത്രം ചെയ്യാം. എല്ലാറ്റിലുപരിയായി മണവാളൻ വെളിപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ഇരുവരും മണവാട്ടികളായി ദൈവസ്ഥയിൽ കാണപ്പെടുവാൻ നീ സഹായിക്കേണ്ട സ്തോത്രം ചെയ്യാം. ദൈവത്തിന് തിരുനാം എല്ലാവത്തിലും മോത്തപ്പെടേണ്ട സ്തോത്രം ചെയ്യാം. കൊണ്ടും ദൈവം തന്നെ സഹായിക്കണമേ. ഒന്നിനും കുറവില്ലാതെ എല്ലാ അനുഗ്രഹം കൊണ്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവസ്ഥയിൽ കൃപയ്ക്കാൻ സ്തോത്രം. ഇനിയുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വരുന്ന
സൽക്കാരങ്ങളെ നീ അനുകരിക്കണമേ. എല്ലാ തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. വരവനായിട്ട് ഏവരെയും ഒരുക്കും യേശുനാമത്തിൽ തന്നെ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും ഇരു പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ വരവരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.